ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കോൺഗ്രസിന് കുരുക്കുമുറുകുന്നു. 2017 കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോൾ കൊടിമരം മാറ്റി സ്ഥാപിച്ചതിൽ SIT അന്വേഷണം വ്യാപിപ്പിച്ചു. കൊടിമരം മാറ്റുന്നതിന്റെ പേരിൽ വൻതോതിൽ പണപ്പിരിവ് നടന്നു എന്നതിന്റെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. കൂടാതെ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത് ചട്ടം ലംഘിച്ചാണ് എന്നതിന്റെ രേഖകളും പുറത്തു വന്നിരുന്നു. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ പേരിൽ നിന്നും മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇപ്പോൾ SITക്ക് കൊല്ലം വിജിലൻസ് കോടതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം കോടതി നടപടികളിലേക്ക്. ഷീജ, ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികളുടെയൊക്കെ ശാസ്ത്രീയ പരിശോധനാ ഫലം VSSCയിൽ നടന്നത് അതിപ്പോൾ SITക്ക് കൈമാറിയിരിക്കുകയാണ് വിജിലൻസ് കോടതി. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ തന്നെയാണോ അവിടെ തിരിച്ചേൽപ്പിച്ചത് എന്നതടക്കമുള്ള വലിയ സംശയങ്ങളുടെ ഉത്തരം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും മനു, ഏതായാലും ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നിർണായകമാകുന്ന ഒരു പരിശോധനാ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊല്ലം വിജിലൻസ് കോടതി കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു VSSC നേരിട്ട് ഈ പരിശോധനാ ഫലം അടങ്ങുന്ന റിപ്പോർട്ട് അത് കോടതിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. സീൽഡ് കവറിലാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ തുടർ നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ SITക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്, ആ പരിശോധനാ ഫലം എന്താണ് എന്നത് തന്നെയാണ് ഇനി അന്വേഷണത്തിന്റെ തീരുമാനിക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നിന്ന് പോയ സ്വർണം എത്രയാണ്, അതോടൊപ്പം തന്നെ ഈ ഗോവർദ്ധനിൽ നിന്നടക്കം പിടിച്ചെടുത്തിട്ടുള്ള സ്വർണം അത് ശബരിമലയിൽ നിന്നും മോഷണം പോയ സ്വർണം തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഈ പരിശോധനാ ഫലത്തിലൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പരിശോധനാ ഫലത്തിന്റെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SIT തുടർ നീക്കങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പരിശോധനാ ഫലം ആ റിപ്പോർട്ട് തിങ്കളാഴ്ച കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകേണ്ട ദിവസമാണ്. അന്ന് ഈ റിപ്പോർട്ടടക്കം ഹൈക്കോടതിയിൽ നൽകും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിന് മുന്നോടിയായി തന്നെ ഇനി തുടർന്നുള്ള നീക്കങ്ങൾ എന്താണ് എന്നതിലും ഒരു രൂപരേഖ അത് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കുന്നതായിരിക്കും. അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകുമ്പോൾ കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ധരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. മനു, ശരി ഷീജ, ആ രീതിയിൽ ഇനി മറ്റു തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനമാകുന്നത് എന്താണ്? നേരത്തെ തന്നെ ഈ ശബരിമലയിലെ കൊടിമരം മാറ്റിയതടക്കമുള്ള വിഷയങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് SIT കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ ഈ കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് ശബരിമല സ്വർണ്ണമോഷണ കേസ് മാറുന്നതല്ലേ ഇനി നമുക്ക് കാണാൻ കഴിയുക? തീർച്ചയായും മനു, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം നേരത്തെ തന്നെ, അതായത് ഈ തന്ത്രി കണ്ഠരര് രാജീവരെ കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ പേരുടെ മൊഴി ശേഖരിച്ചിരുന്നു. ആ മൊഴികളിൽ നിന്നാണ് കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കുന്നത്. അപ്പോൾ SIT സ്വാഭാവികമായും ആ വിവരം ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിനൊപ്പം തന്നെ നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നുണ്ടായിട്ടുള്ള സ്വർണ്ണമോഷണം, അതോടൊപ്പം തന്നെ കട്ടിളപ്പാളി. ഈ 2 കേസുകളാണ് ഉള്ളത്. അതിന് പുറമെ മറ്റൊരു വിഷയം കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. അതായത് ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം ആരംഭിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതായത് 2012 അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജഗോപാലൻ നായർ ഒരു ഉത്തരവിറക്കിയിരുന്നു. അതിൽ പറയുന്നത് ഈ കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം ഉൾപ്പെടെയുള്ളവ ദേവസ്വം ബോർഡിന്റെ സ്വത്താണ് എന്നുള്ളത് കർശനമായ രീതിയിൽ തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുകയാണ്. അതിനെ പോലും ലംഘിച്ചുകൊണ്ട് ചട്ടവിരുദ്ധമായി ആ വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് 2017 അന്നത്തെ UDF ഭരണസമിതിയാണ്, പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഭരണസമിതി, അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ അതിൽ ബോർഡ് അംഗങ്ങളാണ്. അപ്പോൾ അവർ തന്ത്രിക്ക് നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ അതിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളത് ആ ചിത്രങ്ങളിൽ നിന്നും ആ പഴയ ഉത്തരവിൽ നിന്നും വ്യക്തമാകുന്നു. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് വരുന്ന ഒരു ഘട്ടമാണ്. സ്വാഭാവികമായും അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ ചോദ്യം ചെയ്യും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ആ ബോർഡിൽ ബാക്കിയുണ്ടായിരുന്നത് ആരൊക്കെ എന്നുള്ളതാണ്. അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ ആ ബോർഡിലെ അംഗങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അജയ് തറയിലിനെ ചോദ്യം ചെയ്യും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കൂടി SIT വേഗത്തിൽ കടക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു, ഷീജ, അന്നത്തെ UDF ഭരണസമിതി, UDF നിയമിച്ച ആ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ
വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന കൂടുതൽ വിവരങ്ങളൊക്കെയാണോ ഇപ്പോൾ ലഭ്യമാകുന്നത്? അതായത് ഈ വാജീവാഹനം എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് തന്ത്രിക്ക് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് കൊടിമരത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പടക്കം നടത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. 3.5 കോടി രൂപ ഫോണിക്സ് അവർ എന്ന് പറയുന്ന കമ്പനി അവർ സ്പോൺസർഷിപ്പായി നൽകിയിട്ടുണ്ട്. അതിനു പുറമെ പലരിൽ നിന്നും പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, സിനിമാ താരങ്ങളിൽ നിന്നടക്കം എന്ന ആക്ഷേപങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും അതടക്കമുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഫിനിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ സ്പോൺസർഷിപ്പായി തുക ലഭിച്ചിട്ടുണ്ട്. 3 കോടിയോളം രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. അതിന് പുറമെയാണ് ഈ അനധികൃതമായ രീതിയിൽ പണപ്പിരിവ്, ഇതിന്റെ പേരിൽ പണപ്പിരിവ് കൂടി നടത്തിയിട്ടുള്ളത്. സിനിമാ താരങ്ങൾ, മറ്റു പല മേഖലയിലെ സെലിബ്രിറ്റികൾ, അങ്ങനെ എല്ലാവരിൽ നിന്നും ഈ പണം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായ രീതിയിൽ അതിന്റെ പുനഃസ്ഥാപനം, അതായത് കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തുക ഉള്ളപ്പോൾ എന്തിന് ഈ രീതിയിൽ പണപ്പിരിവ് നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അതടക്കമുള്ള വിഷയങ്ങളിൽ അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ വിഷയങ്ങളടക്കം സമഗ്രമായ രീതിയിൽ തന്നെ അന്വേഷണ പരിധിയിലേക്ക്, SITയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അത് കോൺഗ്രസിന് കൂടുതൽ കുരുക്കാകും എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. കാരണം അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അജയ് തറയിൽ ഉൾപ്പെടെ വലിയ തോതിൽ ഈ തന്ത്രിയെ ന്യായീകരിക്കുന്ന, തന്ത്രിക്ക് വാജിവാഹനം നൽകിയതിനെ ന്യായീകരിക്കുന്ന സമീപനവുമായിട്ടൊക്കെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതൊക്കെ വ്യാജമായിരുന്നു എന്നുള്ളത്, ശരിയായ രീതിയിലല്ല കാര്യങ്ങൾ നടന്നത് എന്നുള്ളത് രേഖകൾ തെളിയിക്കുന്നുണ്ട്. ആ രേഖകളടക്കം ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുള്ളൊരു ഘട്ടമാണ്.